നേരെ മഴയത്ത് മൂന്നാറിലോട്ട് വിട്ടോ നമുക്ക് പിന്നെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. രാവിലെ ആകുമ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചിട്ട് വരാം. വിട്ടോ ഓടി വണ്ടി വീട് സീരിയസ് ആയിട്ടല്ലേ പറയത്തുള്ളൂ ഞാനെപ്പോഴും. ഉടുപ്പൊക്കെ സീനൊന്നുമില്ല, ഉടുപ്പ് എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉടുപ്പൊക്കെ നമുക്ക് അവിടെ പോയിട്ട് തെറ്റാം. മേക്കപ്പ് സാധനമൊന്നും വേണ്ട, നമുക്ക് ഈ കോളേജിൽ പോയിട്ട് വരാം. അത് നമുക്ക് ഇപ്പൊ അവിടെ ചെന്നിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ ഒരു സിറ്റുവേഷൻ കണക്ക്, ഒന്നില്ലെങ്കിൽ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ വരും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഉടുപ്പൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ അടിച്ചു കുട്ടിക്കാനം പോയി നമുക്ക് ചായ കുടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. പിന്നെ സീരിയസ് ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ്, ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ നല്ല ക്ലൈമറ്റും എന്തായാലും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തൊരു നല്ല മഴക്ക് മുന്നേ നമ്മൾ ഒരുവിധം സ്ഥലത്തെത്തണം. പറത്തിച്ചു വിട്ടോളൂ. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, നമ്മൾ പോകുവാണ്. ഇപ്പൊ പറത്തിച്ചു പിടിച്ചാല് സംഭവം എത്തുന്നുള്ളു. മൂന്നാർ പോണ് ഗൈസ്. നിന്നു പിന്നെ നമ്മൾ മൂന്നാർ പിടിക്കാൻ പോകണം. മഴ മൂടും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യാനുള്ള ഫാൻ പിടിച്ചാലേ നമ്മൾ എത്തുള്ളൂ. എങ്ങളെ വേറെ മൂഡ്. പറത്തിച്ചു വിട് ഷാജി പാപ്പ. ഓടുന്നത് ഭാഗ്യം. നല്ല ക്ലൈമറ്റ് അല്ലേ? പെട്രോൾ അടിക്കാനായിട്ട് ഈ ലോകം മുഴുവൻ പെട്രോൾ പമ്പല്ലേ, നമ്മൾ പിന്നെ എന്തിനു മേടിക്കണം? നീ പറത്തിച്ച് വിട് പെണ്ണേത്, നമുക്ക് പെട്രോളൊക്കെ സെറ്റ് ആക്കാം. കോട്ടയം കൊണ്ട് നമ്മളെ ഈ ആലപ്പുഴ കൊണ്ട് വിട്. കോട്ടെ പറപ്പിക്ക്. നമ്മുടെ എംറിക് ബേബി ഉണ്ടായിരുന്നു. ഇപ്പം മൊത്തം പെട്രോൾ ഇപ്പൊ തെറിപ്പിച്ച് വിട്ടനാ. ഭയങ്കര തണുപ്പാണ്. ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ പോകാൻ നേരത്തെ ഒരു സർപ്രൈസ് ആകത്തില്ല. ഇങ്ങനെ പോകുമ്പോഴല്ലേ ഒരു രസമുള്ളൂ. നിപ്പി പോകുക, പ്ലാൻ ചെയ്തിട്ടൊന്നും നടക്കത്തൊന്നുമില്ല. ഇങ്ങനെ പോവുക. എന്തിനാണ് എടുക്കുന്നത്? ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ പോയിട്ട് സെറ്റ് ആക്കാം. നിങ്ങളെ വേറെ മൂടല്ലേ, ഭയങ്കര തണുപ്പ് കേട്ടാ. ഞാൻ ഓടിക്കാം, നീ ഓടിക്കും കുറച്ച്, എന്നിട്ട് ഞാൻ ഓടിക്കാം. ക്ലൈമറ്റിലൊന്നും എല്ലാവരും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ പൊണ്ടാട്ടിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കെട്ടിയവൻ പൊണ്ടാട്ടീനെയൊക്കെ വിളിച്ചിട്ട് ഇതേപോലുള്ള സർപ്രൈസൊക്കെ കൊടുക്കണം നിങ്ങൾ. അല്ലാണ്ട് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഇടയ്ക്കിടക്ക് എല്ലാ ദിവസവും വേണമെന്ന് പറയുന്നില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെയുള്ളൊരു സർപ്രൈസൊക്കെ കൊടുക്കുന്നത് അവരെ ഭയങ്കര ഹാപ്പി ആക്കും അല്ലേ? ഹാപ്പി അല്ലേ? 101% ഹാപ്പിയാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകാത്ത ചങ്കുകൾക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെ ഈ വീഡിയോ കാരണം എല്ലാവരും നമ്മള് പിന്നെ മിക്കപ്പോഴും നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്, എടാ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് നമ്മളെ കുടുംബാലം ഉണ്ടാക്കരുതെന്ന്. നിങ്ങള് കുടുംബാലം ഉണ്ടാകാണ്ടിരിക്കാൻ നിങ്ങൾ തന്നെയല്ലേ നോക്കേണ്ടത്. നിങ്ങൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അത് കണക്കൊക്കെ ട്രാവലിംഗ് ഒക്കെ പോകും ഇടക്ക്. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ചെയ്തിട്ടൊന്നും ഒരു രസം ഉണ്ടാകത്തില്ല. ജീവിതമല്ലേ അടിച്ച് പൊളിക്കുക, പൊളിച്ചടുക്കുക. ഈ ഒരു ലൈഫിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മൾ അന്ന് അടിച്ചു പൊളിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല. നമ്മൾക്ക് എല്ലാം നമ്മളെ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിലാക്കാൻ നമുക്ക് പൈസ കിട്ടി കഴിയുമ്പോ ഈ സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ?
പറയാം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് പൊളിച്ചെടുക്കും. നമ്മളപ്പോ നേരെ പോട്ടെ ഗൈസ്. നമുക്കിനി ഒത്തിരി വണ്ടി ഓടിക്കാനുണ്ട്. അപ്പം കാണാം. ഞാൻ വണ്ടി ഓടിക്കാൻ പോവാണെങ്കിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പൊ നമ്മൾ പറപ്പിക്കുകയാണ് ഗൈസ്. പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആ ചാർജറെങ്കിലും എടുത്തിട്ട് ഞാനിപ്പോ പ്ലാൻ ചെയ്തിട്ടൊക്കെ വരുമ്പോ ഒരു രസം കാണത്തില്ല. ചാർജർ എടുത്ത് കുറെ ബാഗും പാണ്ട കുറെ കാര്യങ്ങളാണ്. ഇതാകുമ്പോ ഫ്രീ ആയിട്ട് ഒന്നുമില്ല, ചാർജർ പോലും ഇല്ല. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഓഫ് ആയാൽ പോലും ആരും നമ്മളെ വിളിച്ച് ചോദിക്കത്തില്ല എവിടെയാണെന്ന്. കാരണം നമ്മളെ ഫോണില്ലല്ലോ. തീർച്ചയായിട്ടും നമ്മളെ ഫോൺ തനിയെ ഓഫ് ആയിക്കോട്ടെ. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ രണ്ടുപേരും ഫോൺ മാറ്റി വീട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മൾ ആര് വിളിച്ചാലും കിട്ടുന്നത് നമ്മൾ കൂടി. ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ റീൽസ് അതിലൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ രണ്ടുപേരും മാത്രം ഫോൺ പോലും ഇല്ല. ഫോണിപ്പം എന്തായാലും ഒരുവിധം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഓഫ് ആയിക്കോളും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജറും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഐഫോണിന്റെ കാര്യം അറിയാലോ, 2-3 വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അതിന്റെ കാര്യത്തിൽ തീരുമാനം. ഞാൻ മനഃപൂർവ്വം പറയാണ്ടിരുന്നേ. അതാകുമ്പോ ഇപ്പൊ കണ്ട നമ്മളെ കയ്യിലൊന്നും ഫ്രീ. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്താന്നുള്ളത്. എന്റെ ATM കാർഡ് ഇരിപ്പുണ്ട്. അല്ല, എന്റെ ATM കാർഡ് ഇരിപ്പുണ്ട്. എന്റെ വേസിൽ കുറച്ച് ചില്ലറ ഇരിപ്പുണ്ട്. മതി. നമുക്ക് എന്തായാലും പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാനുള്ള ആശ എന്തായാലും ഉണ്ട്. അത് മതി. അങ്ങനെ ഗൈസ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന പാതി വഴി എത്തിയപ്പോഴത്തേക്കും നല്ല അടിപൊളി മഴ. നമ്മളെന്താണ് ആഗ്രഹിച്ചത് അത് നമുക്ക് പോകുന്ന വഴിക്ക് കിട്ടി. മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ മഴ, ഒന്നും കാണാൻ പോലും വയ്യ. എന്നിട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൺ എടുത്ത് വീഡിയോ ക്ലിപ്പൊക്കെ എടുത്ത് അങ്ങനെ വേറൊരു കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ അവിടെ കുറഞ്ഞ്. അപ്പം നമ്മളോർത്ത് ഒരു രക്ഷപ്പെട്ട് ഇനി മഴ പെയ്യത്തില്ലായിരിക്കുമെന്ന്. പക്ഷെ അവിടെ നിന്ന് വീണ്ടും നീങ്ങിയപ്പോൾ പിന്നെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു. നമ്മളെല്ലാ ക്ലിപ്പും എടുത്തുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടിയൊക്കെ വെട്ടുന്നുണ്ട. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചാണ് നമ്മൾ പോണത്. ഭയങ്കര മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴ. അങ്ങനെ അവിടുന്ന് നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഇവിടെ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഫോണൊക്കെ നമ്മളെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്.